രാത്രി നന്നായി ഉറങ്ങിയിട്ടും നിങ്ങൾക്ക് അമിതമായ ക്ഷീണമോ ശരീരമാകെ വേദനയോ പേശികൾക്ക് ബലക്കുറവോ മൂഡ് സ്വിങ്സോ ഫീൽ ചെയ്യാറുണ്ടോ? ഇത് വെറും സ്ട്രെസ് മാത്രമാണെന്ന് കരുതി അവഗണിക്കാൻ വരട്ടെ. മേ ബി ഇതൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റം ആയിരിക്കും. എന്താണ് വൈറ്റമിൻ ഡി? എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത്? ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും? നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്? നമ്മുടെ ചർമ്മത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ ഇത് വൈറ്റമിൻ D3 അഥവാ കോളിൻ കാൽസിഫെറോൾ ആയി മാറുന്നു. പിന്നീട് കിഡ്നിയിലും ലിവറിലും നടക്കുന്ന ചില മാറ്റങ്ങൾക്ക് ശേഷമാണ് ഇത് നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാൽസിട്രിയോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ആയി മാറുന്നത്. എന്താണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന ഫംഗ്ഷൻ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ പ്രൊമോട്ട് ചെയ്ത് ബോണിനും ടീത്തിനും സ്ട്രെങ്ത് കൊടുക്കുക എന്നതാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ കാൽഷ്യത്തിന്റെ അളവും കുറയുന്നു. അതിന്റെ ഫലമായി എല്ലുകൾക്കും പല്ലുകൾക്കും ബലക്ഷയം സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? മേ ബി പേഷ്യന്റിന് അമിതമായ ക്ഷീണം അനുഭവപ്പെടാം, പേശികൾക്ക് ബലക്കുറവും മസിൽ പെയിനും ഉണ്ടാകും. മെയിൻലി തൈസ്, ഷോൾഡർ, ഹിപ്സ് എന്നിവിടങ്ങളിലാണ് പെയിൻ കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ പേഷ്യന്റിന് നടുവേദന, സ്റ്റെപ്പ് കയറാനോ എഴുന്നേൽക്കാനോ ഉള്ള ബുദ്ധിമുട്ട് എന്നിവയും സാധാരണയായി കാണപ്പെടുന്നു. ചെറിയ കുട്ടികളിൽ ബോണുകൾക്ക് കട്ടി കുറയുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥയും ഇവിടെ വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ പ്രായമായ ആളുകളിൽ എല്ലുകൾക്ക് സോഫ്റ്റനിങ് ഉണ്ടാകുന്നു, വിച്ച് ഇസ് കോൾഡ് ഓസ്റ്റിയോമലേഷ്യ. മാത്രമല്ല പേഷ്യന്റിന് ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സും വളരെ കോമൺ ആയി കാണപ്പെടുന്നു. ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷനും മൂഡ് സ്വിങ്സും മേ ബി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാകില്ല, ഇതും ഒരു ലക്ഷണമാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൈറ്റമിൻ ഡി പ്രധാനമായും സൺലൈറ്റിലൂടെയാണ് ലഭിക്കുന്നത്. വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങളിൽ മാത്രമേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളൂ. അവ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കോഡ് ലിവർ ഓയിൽ, ഫോർട്ടിഫൈഡ് മിൽക്ക്, ഫോർട്ടിഫൈഡ് സിറിയൽസ്, UV ലൈറ്റ് എക്സ്പോസ്ഡ് മഷ്റൂംസ്, എഗ് യോക്ക് അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു, സാൽമൺ, സാർഡൈൻ പോലുള്ള ഫാറ്റി ഫിഷസ് എന്നിവയും വൈറ്റമിൻ ഡിയുടെ അളവ് ധാരാളമായി കാണപ്പെടുന്നവയാണ്. വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യമാണെങ്കിലും ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. വൈറ്റമിൻ ഡിയുടെ അളവ് കൂടിയാൽ ഉറപ്പായും നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിന്റെ അളവും കൂടും. ഇതിന്റെ ഫലമായി പേഷ്യന്റിന് നോസിയ, വൊമിറ്റിംഗ്, കിഡ്നി സ്റ്റോൺസ്, കിഡ്നി ഡാമേജ് എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും വൈറ്റമിൻ ഡി കഴിക്കുന്നതിന് മുന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ശരീരത്തിൽ കൃത്യമായി വൈറ്റമിൻ ഡിയുടെ അളവ് കൃത്യമായ ഇടവേളകളിൽ ചെക്ക് ചെയ്യുകയും വേണം. ഷെയർ ദിസ് വീഡിയോ ഫോർ ബെറ്റർ അവയർനെസ്. ഫോളോ ഇംപ്രിൻസ് അക്കാദമി ഫോർ മോർ ജനറൽ ടോപ്പിക്സ്.